ഞാൻ കാസർഗോഡൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ കലാരൂപങ്ങൾ അങ്ങനെ കണ്ടിട്ട് ഈ എല്ലാം കൂടെ ഒന്നിച്ച് കമ്പൈൽ ചെയ്തേക്കുന്നത് നന്നായിട്ടുണ്ട്. കാണുമ്പോൾ ഇപ്പം കാന്താരയൊക്കെ ആണെങ്കിൽ അത് ഗ്രാഫിക്സ് ആണല്ലോ, അപ്പോൾ ഇത് അങ്ങനെയല്ല, കുറച്ചും കൂടെ നാച്ചുറലായിട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു മലയാളത്തിലൊരു നല്ലൊരു പ്രോജക്റ്റ്. അപ്പം അത് ചെയ്ത ടീമിന് നമ്മൾ എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്യണം. നല്ല വിഷ്വൽ ട്രീറ്റ്. ഇതിൽ നമ്മൾ തെയ്യത്തിനെ കുറിച്ചൊക്കെ കൂടുതൽ പറയുന്നൊരു സിനിമയില്ല, അപ്പോൾ എങ്ങനെയുണ്ട് മൊത്തമായിട്ട്? ഇല്ല, അതെ, തെയ്യത്തെക്കുറിച്ച് കൂടുതലായി പറയുന്നത്. ദേശക്കാരൻ എങ്ങനെയുണ്ട്? ദേശക്കാരെ ഇഷ്ടപ്പെട്ടു, ആട്ടവും ബഹളവും ഒക്കെ ആയിട്ട്. പക്ഷേ ആൾ കാണാൻ തിയേറ്ററിൽ ആളില്ല, 10 പേരുണ്ടായിരുന്നു. തിയേറ്ററൊക്കെ ഉണ്ടായിരുന്നു, തിയേറ്റർ കുഴപ്പമൊന്നുമില്ല. അതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് പറയുന്നൊരു സിനിമയാണ് ഈ ഒരു. ഏറ്റവും കാണാൻ കൊള്ളുന്ന കാന്താരക്കാട്ടി നല്ല അത് കൂട്ടാനുള്ള പടം. കാന്താരക്കാട്ടിയപ്പോൾ നല്ല രീതിയിൽ ഇതായിരുന്നു, ഇഷ്ടപ്പെട്ടു. കാന്താര നല്ല അടിപൊളി പടമായിരുന്നു. തെയ്യന്തരയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു മൂവിയാണ്. ഓക്കെ, നൈസായിരുന്നു, കൊള്ളായിരുന്നു. ഒരു എന്താ പറയുന്നത്, തെയ്യം തിറയാട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലും കാണാത്തൊരു ഫോമാണല്ലോ. ഇവിടെ ട്രിവാൻഡ്രത്തൊന്നും അത്ര ഇതല്ല. നല്ല പടം, പടം നന്നായിട്ട് ഇഷ്ടമായി. പടം ഇഷ്ടമാണ്. കൊള്ളാം. ഇത് പലതും പഠിക്കാനുണ്ട്, ഇതിന് പലതും പഠിച്ചെടുക്കണം. അതിപ്പോൾ ഉള്ളവർക്ക് മനസ്സിലായി, ഇപ്പോൾ ഉള്ളവർക്കെല്ലാം ഒരുമാതിരിപ്പെട്ട പടമല്ല. ഇത് കൊള്ളാം, കണ്ടുപിടിച്ചു. നല്ലൊരു കൾച്ചറൽ ആൻഡ് ഹെറിറ്റേജ് മൂവിയായിട്ടാണ് തോന്നിയത്. ഇപ്പം നമ്മുടെ പൈതൃകവും നമ്മളുടെ കുറേ കലാരൂപങ്ങളും നന്നായിട്ട് ഈ മൂവിയിൽ ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റോറി ലൈനും കൂടി ഉള്ളത് കൊണ്ട് ഇതൊരു ഡോക്യുമെൻ്ററിനുപരിയായിട്ടൊരു നല്ല ഫിലിമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ പറയാനുള്ളത്, പുതുതലമുറയിൽ അത് കുറച്ചും കൂടെ അറിയാനും കൂടെ അത് നല്ലൊരു പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാനൊക്കെ കുറേ ടൈപ്സ് ഓഫ് തെയ്യമൊക്കെ കാണിക്കുന്നുണ്ട്. എനിക്കത്ര അറിയില്ല, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ക്യാമറയാണ്, എല്ലാം കാണാൻ രസമുണ്ടായിരുന്നു. പിന്നെ വിഷ്വൽസും നമ്മൾ ആ ഒരു നോർത്ത് മലബാറിൽ കാണുന്ന അതിൻ്റെ എല്ലാം ഒറിജിനൽ വിഷ്വൽസ്. പിന്നെ ഇതിനകത്ത് ഈ തീം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ നാച്ചുറൽ ലൈറ്റിങ്ങിൽ എടുത്തിരിക്കുന്നത്. പിന്നെ കൊള്ളായിരുന്നു. ഒരു എന്ത് എന്ന് വെച്ചാൽ ഒരു നാടൻ കലാരൂപം എന്നുള്ള രീതിയിലാണ് ആ ഒരു സിനിമ എടുത്തിരിക്കുന്നത്. എല്ലാം നല്ല, എനിക്ക് തോന്നുന്നു എല്ലാം നല്ല ആപ്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. ആ ഫോംസൊക്കെ അതിൻ്റെ കറക്റ്റ് ഫോമിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞെടുക്കേണ്ട ഇതിൻ്റെ VFXും പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അതൊരു രക്ഷയില്ലായിരുന്നു, ഭയങ്കര സൂപ്പറായിരുന്നു. അവിടെ നല്ല രീതിയിൽ അത് കാണാനൊരു അവസരമായിരുന്നു. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ BGM നമ്മൾ നല്ല രീതിയിൽ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള BGM ആയിരുന്നു. തെയ്യത്തിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു സിനിമ കണ്ടിട്ട്. എന്ന് വെച്ചാൽ ഇത് പണ്ട് കാലത്തെക്കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ അതിൽ എല്ലാം വിശദമായിട്ടും പറയുന്നുണ്ട്. ഞാൻ പണ്ട് കളിയാട്ടംകളിയുടെ പാട്ടൊക്കെ അറിയാം, അത് തന്നെയാലും പറ്റും, അതിൻ്റെ ഒരു അർത്ഥമായിട്ട് കൂട്ടാം. നന്ദി. എല്ലാം നന്നായിരുന്നു. ഇതിനുള്ള കഥാപാത്രങ്ങളൊക്കെ തന്നെ ഓരോ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുത്ത രീതികളും അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ആട്ടവും അതും ഇതൊക്കെ വന്ന അച്ഛനും മകനുമായിട്ട് അഭിനയിക്കുന്ന റോള് ഡോക്ടർ അജയ് കുമാർ അടിപൊളിയായിരുന്നു, ഒന്നായിരുന്നു. പിന്നെ മൂവി ആട്ടെ ഓൾ ദ ബെസ്റ്റ് മൂവിക്ക്. സോങ്സ് നല്ലതായിരുന്നു. നമ്മൾ കുറേ നാളായിട്ട് ഇങ്ങനെ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന പോലത്തെ ഉണ്ടല്ലോ, ഒരു മലയാളി ടച്ചുള്ള കുറച്ച് മ്യൂസിക്, ആ ഒരു ഗ്രാമം ഫീലൊക്കെ കിട്ടുന്ന ടൈപ്പുള്ള കുറേ മ്യൂസിക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഫുൾ മൂവി കാണുമ്പം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് യൂട്യൂബിലൊക്കെ റിലീസ് ചെയ്ത പലതും അതിനേക്കാളും കൂടുതലുണ്ടായിരുന്നു മ്യൂസിക് അതിനകത്ത്. പലതും റിലീസ് ചെയ്തിട്ടില്ല. എന്തായാലും ഗുഡ് എഫേർട്ട്. എല്ലാ ഫീലിങ്സും കുറച്ചുകൂടെ എൻലൈറ്റൻ ചെയ്ത് കാണിക്കുന്നുണ്ട് മ്യൂസിക്. അതെ നന്നായിട്ടുണ്ട്. പിന്നെ അഭിനയം സാറിൻ്റെ യോണറല്ല, സാറ് ടീച്ചിങ്ങിലുള്ളതാണ്, പക്ഷെ നന്നായിട്ട് അഭിനയിച്ചതായിട്ട് തോന്നിയിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. അതെ, കാരണം ഇനിയുള്ള തലമുറകളിൽ ആൾക്കാർ അത് കണ്ട് മനസ്സിലാക്കണമെന്നുള്ളത് പറയുകയാണ്. പാലക്കാട് കൊള്ളാം കണ്ടുകൊണ്ട് ഇത് കാണാൻ ഇപ്പോഴുള്ളവർക്ക് ഇത് കാണാൻ പറ്റില്ല, പണ്ടുള്ളവർക്ക് കാണാൻ നല്ലതാണ്. പറയുകയും വേണ്ടല്ലോ, അത്രയ്ക്കും നല്ലായിരുന്നു. ഇപ്പം അങ്ങനൊരു ഇത് കണ്ടിട്ടേ ഇല്ല, പക്ഷെ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ സാറിന് ആ കഴിവുണ്ടെന്നറിയാം, പക്ഷെ നേരിട്ട് കണ്ടത് അതൊരു വലിയ ഡിഫറെൻ്റ് ആയിട്ടൊരു അനുഭവം തന്നെയായിരുന്നു. ഫസ്റ്റ് മൂവി ആയിട്ട് ഇത്രയും നന്നായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു മലബാർ ഇത് കുറച്ചുകൂടെ ക്ലിക്ക് ആവുമായിരിക്കും, കാരണം അവിടുത്തെ കൾച്ചറാണല്ലോ, അവിടെ എല്ലായിടവും തറവാടും തെയ്യവും ഒക്കെ ഉള്ളതാണ്. ഇതിന് ഈ പറഞ്ഞ പോലെ കലാരൂപമല്ല, ദൈവരൂപമായിട്ടാണ് കാണുന്നത്. അപ്പം അവരൊക്കെ ഭയങ്കര അവരുടെ ഓരോ ഫങ്ഷൻസിനും ഇവർ ഇത്രയും ഇത് കൊടുക്കാറുണ്ട്, ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. അടിപൊളി സിനിമ. ഇങ്ങനത്തെ ഫിലിം, നല്ല ഫിലിം എടുത്താൽ ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഫിലിമിന് കാണാൻ ആളില്ല എന്നുള്ളതാണ് മിക്കവാറും കാണുമ്പോൾ.
എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ഒരു ഇത്രയും വിശാലമായിട്ടിങ്ങനെ ഒരു ആട്ടവും പാട്ടും തെയ്യവും ഇതൊന്നും കണ്ടിട്ടില്ല. ആ പെർഫോമൻസ് എല്ലാവരുടെയും നല്ലതായിരുന്നു. സാറിൻ്റെ എടുത്ത് പറയേണ്ട പെർഫോമൻസ് ഈച്ച് ആൻഡ് എവരി വൺ വളരെ നല്ല. കുറേ ക്യാരക്ടേഴ്സ് നമുക്ക് അറിയാവുന്നവരുണ്ടായിരുന്നല്ലോ, പക്ഷേ പുതിയ ആൾക്കാരും വളരെ ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കണം. ഈ ഇങ്ങനൊരു തെയ്യം നടത്തുമ്പോഴത്തേക്കിന് അവർ എല്ലാവരും ഫാമിലിയോട് കൂടിയാണ് ഓരോ ഫങ്ഷൻസും അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം ഞാനത് കണ്ടിട്ടുള്ളത് കൊണ്ട് എനിക്ക് ഭയങ്കര ഒരു എമോഷണൽ ഇതായിട്ട്. ടെക്നിക്കലായിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഈ ക്യാമറയും ക്യാമറയാണ് നല്ല സീനറി. ആ നാട് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ടെക്നിക്കൽ സൈഡൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ക്യാമറ വർക്കും ബിജിയും അഭിനയിച്ച ആൾക്കാരൊക്കെ പിന്നെ വളരെ നല്ലതായിട്ടുണ്ട്. തെയ്യത്തിനെ കുറിച്ചാണല്ലോ കൂടുതൽ ഈ സിനിമയിൽ പറഞ്ഞിരിക്കുന്നത്. കിട്ടിയാട്ടത്തിൻ്റെയാണ് കൂടുതൽ, വടക്കൻ രൂപത്തിൻ്റെ. അറിയായിരുന്നു അതിനെക്കുറിച്ചൊക്കെ കുറച്ച് അറിയാമോ? അത് കലാരൂപം കണ്ടിട്ടുള്ള, അതുകൊണ്ട് മുടിയമ്മ ആടിയത് പോലെ തന്നെ കുതിരകളുടെ തെയ്യമൊക്കെ ആടുന്നു. അത്രയും പോയി കാണുന്ന നമ്മളെ നാട്ടിലെ കല കണ്ടിട്ട് വന്ന് കാണാൻ ചുരുക്കം ആളുകളെ കണ്ടപ്പോൾ വിഷമം തോന്നി. ഇത്രയും ഭംഗിയായിട്ട് എടുത്ത സിനിമ നന്നായിരുന്നു, ഇഷ്ടപ്പെട്ടു. കുഴപ്പമൊന്നുമില്ല, കണ്ടുകൊണ്ടിരിക്കാം. കലാരൂപങ്ങളെല്ലാം അടിപൊളി. മലബാർ സൈഡിലോട്ടൊക്കെ ഈ പടത്തിന് ഭയങ്കര ഒരു ആൾക്കാർ കാണും. കാര്യം തെയ്യമൊക്കെ ഇവിടെയൊക്കെ ചുമ്മാ ഒരുമാതിരി എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നതിന് ആൾ കയറുന്നു. നല്ല ഫിലിമുകൾ പാരമ്പര്യമായിട്ടുള്ള നമ്മളെ നാടിൻ്റെ കല ഒഴുക്കിയെടുത്ത് കാണിച്ചിട്ട് ആളില്ലാത്തതിൽ ഉള്ള ബുദ്ധിമുട്ടാണ്. അതിൻ്റെ കൂട്ട് തന്നെ ഇത് തന്നെ ദേവിയുടെ. ക്യാമറയും ടെക്നിക്കൽ കുഴപ്പമൊന്നുമില്ല, അടിപൊളി, നന്നായിരുന്നു, വളരെ ഇഷ്ടപ്പെട്ടു. ഇനി കണ്ടു കേട്ട് നമ്മളെ പോലെയുള്ള ആൾക്കാർ ഇനിയും വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കുഴപ്പമൊന്നുമില്ല, നല്ല ക്ലാസിക്, കുറേ ആചാരങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റി. ഗവാർഡിനൊക്കെ പറ്റിയൊരു പടമാണ്. പണ്ടത്തെ പടം തന്നെ, പണ്ട് കാണാനുള്ള പടമാണ്. ഇപ്പോൾ അത് ആർക്കും മനസ്സിലാകില്ലല്ലോ തെയ്യത്തെ പറ്റി. ഞാനും പാലക്കാട് വരണം, എനിക്ക് കളിയാട്ടം കളിയൊക്കെ വലിയ കാര്യമാണ്. ആ കാണേണ്ട പടം, ഇത് പലതും പഠിക്കാനുണ്ട്. ഇതിലും ഇത് വിട്ട് പഠിച്ചാലും വല്ലതും മനസ്സിലാവുള്ളൂ. അത് മനസ്സിലാക്കാൻ ഇവിടെ ഉള്ളവർക്ക് അല്ല. ഇത് കുറേ പണ്ടുള്ള കാര്യങ്ങളൊക്കെ മറക്കാനൊക്കെ പണ്ട് ചെറുപ്പത്തിലൊക്കെ ഞാൻ കണ്ട് പഠിച്ച പടമാണ്. പണ്ടത്തെ സിറ്റുവേഷൻ നോക്കുന്നത് നല്ലൊരു പടമാണ്. അത് ഇപ്പോഴത്തെ ഉള്ളവർക്ക് മനസ്സിലായി. ഇപ്പോൾ ഉള്ളവർക്ക് ഈ പടമൊന്നും വലിയ കാര്യമില്ല. നല്ല ആക്ടേഴ്സൊക്കെ നല്ലതാണ്. നല്ലൊരു സ്റ്റോറി ലൈനാണ്, അതായത് ഹിസ്റ്ററി റിഫ്ലക്ട് ചെയ്തിട്ട് നല്ല ഒരു സ്റ്റോറി ലൈനായിട്ട് കൊണ്ടുവന്നു. സോ ഓവറോൾ ഒരു നല്ല മൂവി എക്സ്പീരിയൻസ് ആയിരുന്നു. അതോടൊപ്പം നമ്മളുടെ ഈ പറഞ്ഞ പോലെ ഹെറിറ്റേജും കൾച്ചറും കൂടി കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ സഹായിച്ചു ഈ മൂവി. സോ ഇറ്റ്സ് എ ഗുഡ് മൂവി. നല്ല മൂവിയായിരുന്നു. ഞാൻ നേരത്തെ വർക്ക് ചെയ്ത ഒരു പ്ലേസാണ് നീലേശ്വരം. അവിടെ കണ്ണൂർ കാസർഗോഡുള്ള കൾച്ചർ ഇത് തന്നെയാണ്. അപ്പോൾ ഞാനത് കണ്ടിട്ട് ഇതിങ്ങനെ ഇത്രയും ഭംഗിയായിട്ട് അതിനെ കാണിക്കാമെന്നുള്ളത്, ശരിക്കും ഇത് കഥയും കൂടെ ഉള്ളത് കൊണ്ട് കാണാനൊരു ഭംഗിയുണ്ട്. മ്യൂസിക് ശരിക്കും ഒരു ഹീറോ തന്നെയായിരുന്നു. തെയ്യത്തിനെ കൂടുതൽ, അതായത് ഒരു ഞാൻ സാറിനോട് പറയായിരുന്നു, ഇതൊരു പ്രോജക്റ്റ് പോലെ ഡിഫറെൻറ്റ് കലാരൂപങ്ങൾ ഒന്നിച്ച് ശരിക്കും ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉള്ളത് കൊണ്ട്. കാര്യം ഡോക്യുമെൻ്ററി ആയിരുന്നെങ്കിൽ ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കത്തില്ലായിരുന്നു. നന്നായിട്ടുണ്ട്. നല്ലൊരു ഹെറിറ്റേജ് മൂവിയായിരുന്നു കേട്ടോ. നമ്മുടെ കൾച്ചർ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റിയൊരു മൂവിയാണ്. പടത്തിൽ പറയാൻ കൾച്ചറലായിട്ട് ഒരു മലബാർ പറഞ്ഞ അതേപോലെ തന്നെ സിനിമ നന്നായിരുന്നു. മലബാർ ടൈം കണക്ട് ആകുന്ന തെയ്യം കണ്ണൂർ സൈഡിലേക്കൊക്കെ തെയ്യത്തിൽ തന്നെ കുറേ തിറയാട്ടം ഉണ്ടായിരുന്നുണ്ട്. പെർഫോമൻസ് ആക്ടർ അവിടെ ഒക്കെ ഉണ്ട്. നന്നായിരുന്നു. സൈഡ് പറയാനായിട്ട് കൊള്ളായിരുന്നു. സിനിമ ടോട്ടലി കൊള്ളായിരുന്നു. എല്ലാം നല്ലോണം ചെയ്തിട്ടുണ്ട്. എടുപ്പ് അടിപൊളിയായിരുന്നു. കല ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും കാണാൻ പറ്റിയ പടമാണ്. അതെ, അത് നല്ലോണം മനസ്സിലാക്കാൻ പറ്റും. നല്ലൊരു അതെ ഉണ്ട്, കുറേ ഉണ്ട്. അത്രയൊക്കെ തന്നെ. അവിടെ ഉള്ളവർക്ക് കണക്റ്റ് ആവും. പിന്നെ ഇമോഷൻസ് ഒക്കെ കറക്റ്റ് ഫേസിൽ വന്നിട്ടുണ്ട്. കൊള്ളായിരുന്നു. എല്ലാം നല്ലൊരു ഇതുണ്ടായിരുന്നു കണ്ടിരിക്കാൻ. ബേസ് വരുന്നതാണ്, അത് കൊള്ളാം. എല്ലാ രീതിയിലുള്ള തെയ്യവും അതിൽ കാണിച്ചിട്ടുണ്ട്. ഇപ്പം അഗ്നിയുടെ ആയാലും എല്ലാം നല്ല ഇതാണ് കണ്ടിരിക്കാനായിട്ട്.